1979-80 കാലഘട്ടത്തിൽ ഞാൻ പാലാരിവട്ടം വെണ്ണല പ്രദേശത്ത് ഇല്ലം ബ്രാഞ്ചിൽ പാർട്ടി മെമ്പറായിട്ട് തുടങ്ങിയതാണ്. എന്നിട്ടും സി പി എംകാരനായിരുന്ന പഴയ സി പി എംകാരനെ താങ്കളെ ചതിക്കാൻ എങ്ങനെ അദ്ദേഹത്തിന് തോന്നി? ഒരു സാധനമില്ല, അവിടെ ഒന്നുമില്ല. അത് കൂടാതെ തന്നെ ഓഫീസിനകത്ത് ഉണ്ടായിരുന്ന 2 കമ്പ്യൂട്ടർ, ഓഫീസിൻ്റെ ആധാർ ഉദ്യോഗ, GSTയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുവകകളും അതിനകത്തുനിന്ന് ഇവരെ കൊണ്ടുപോയിട്ടുണ്ട്. ജീവിക്കാൻ വേറെ മാർഗമില്ലാതെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പാദ്യവും ഉപയോഗിച്ച് തുടങ്ങിയ ഫാബ്രിക്കോ എന്ന് പറയുന്ന കമ്പനി കംപ്ലീറ്റ് തട്ടിച്ചെടുത്ത ഈ സംഭവത്തിൽ CPM നേതാവിനെതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത് എന്ന് ചോദിച്ചാൽ, പിണറായി വിജയന്റെ ഭരണത്തിൽ പോലീസിന് നീതി കിട്ടുകയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കേസ് എന്ന് പറയാൻ പറ്റും. എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റിക്കാരനോട് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്, അവനെ ശരിയാക്കി കളയും എന്നാണ് പറഞ്ഞത്. പിണറായി വിജയൻ കേരളം ഭരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ മാഫിയ പ്രവർത്തനങ്ങളും തട്ടിപ്പുകളും മാർക്സിസ്റ്റ് നേതാക്കന്മാർ നടത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാഫിയ തലവനായി പിണറായി വിജയൻ തന്നെ നിലനിൽക്കുമ്പോൾ, അദ്ദേഹം തട്ടിപ്പും വെട്ടിപ്പും മാത്രം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പാർട്ടിയെ ഇല്ലാതാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾക്കൊക്കെ രക്ഷയുണ്ടാകുമോ? ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഒരു പാവപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ ശ്രീ വേണുഗോപാലിൻ്റെ കഥ. അദ്ദേഹത്തെ ജോൺ ഫെർണാണ്ടസ് എന്ന് പറയുന്ന മുൻ MLA-യും മാർക്സിസ്റ്റ് MLA-യും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്ന് പറ്റിച്ച തട്ടിപ്പ് നടത്തിയ കഥയാണ് ഞാനിവിടെ പറയുന്നത്. തൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും ഉപയോഗിച്ചൊരു സ്ഥാപനം തുടങ്ങുകയും അസുഖം വന്നപ്പോൾ ആ സ്ഥാപനം മുഴുവൻ തട്ടിയെടുത്ത് അവസാനം വഴിയാധാരമാക്കിയ ആ കഥ ഒന്ന് നമുക്ക് കേൾക്കാം. നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ വേണുഗോപാലാണ്. നമസ്കാരം. നമസ്കാരം. അതായത് താങ്കൾ എറണാകുളം കാക്കനാട് കോടതിയിൽ, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 131/2024 നമ്പറിൽ ഒരു CMP ഫയൽ ചെയ്തിരിക്കുകയാണ്. ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ CMP ഫയൽ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ്? അതിൻ്റെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2020 നവംബർ 1 കാക്കനാട് തെങ്ങോടെന്ന് പറഞ്ഞ ബൈബിൾ കോളേജ് ബിൽഡിങ്ങിനകത്ത് ഒരു ഫാബ്രിക്കോ എന്ന് പറഞ്ഞ ഒരു ലോണ്ടറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോൺ ഫെർണാണ്ടസ് MLA എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു. അദ്ദേഹം അന്ന് MLA ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കൊണ്ട് സ്ഥാപനം ഉദ്ഘാടനം ചെയ്യിച്ചത്. അതിനുശേഷം വളരെ സുഹൃത്ത് ബന്ധങ്ങളിൽ തന്നെയായിരുന്നു. കുട്ടിക്കാലത്തും മുതലെയുള്ള ബന്ധങ്ങളാണ്. 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ്. ഒരുപാട് സഹായങ്ങൾ ഞാൻ അവന് ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2022 എനിക്ക് വൃക്ക സംബന്ധമായ രോഗം ബാധിച്ചു കഴിഞ്ഞപ്പോഴേക്കും ട്രീറ്റ്മെൻറ്റിന് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിക്കുകയും അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയും എനിക്ക് വാഹനം ഓടിക്കാനോ മറ്റു കാര്യങ്ങളിലോ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായപ്പോൾ ജോൺ ഫെർണാണ്ടസും ഭാര്യയും മകനും കൂടി എൻ്റെ വീട്ടിൽ 2022 മെയ് 22 എൻ്റെ വീട്ടിൽ വരികയും എന്നോട് പറഞ്ഞതാണ്, നീ ഭയപ്പെടേണ്ട കാര്യമില്ല, നിനക്ക് വേണ്ട സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം. താങ്കളുടെ അസുഖം എത്രമാത്രം ഭീകരമായിരുന്നു? എന്താണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്? ഡോക്ടർമാർ പറഞ്ഞിരുന്നത് യാതൊരു കാരണവശാലും സ്ട്രെയിൻ എടുക്കാൻ പാടില്ല, വൃക്ക സംബന്ധമായ രോഗമാണ്, അതിനകത്ത് ഹെമിച്യൂറിയ, പിന്നെ IGL എന്ന് പറയുന്ന സംഭവം, ഇതിൻ്റെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിരോധ ശേഷി കുറഞ്ഞു പോകുന്ന സംഭവമായിരുന്നു എൻ്റെ വൃക്ക സംബന്ധമായ രോഗത്തിനുണ്ടായിരുന്നത്. അപ്പം അതിനകത്ത് ഉണ്ടായിരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമായി, വാഹനങ്ങളൊന്നും ഓടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു. ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. 2021 നവംബർ 6 ശേഷം ഞാൻ ഫാബ്രിക്കോയിൽ പോയിട്ടില്ല. അവിടെ ഈ CC ക്യാമറ ഉപയോഗിച്ചിട്ടായിരുന്നു അവിടുത്തെ ഓപ്പറേഷനൊക്കെ നടത്തിയിരുന്നത്. 3 തൊഴിലാളികളുണ്ടായിരുന്നു. ജോൺ ഫെർണാണ്ടസിൻ്റെ ഭാര്യ ജെസ്സി ഫെർണാണ്ടസ്, അവർ 2022 ഏപ്രിൽ 30 ഏതോ ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ ജോലി ഉണ്ടായിരുന്നതാണ്. അവിടെ നിന്ന് പെൻഷനായി. അപ്പോൾ ജെസ്സി ഫ്രീ ആണ്, ബാക്കി കാര്യങ്ങൾ ജെസ്സി നോക്കിക്കോളും, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. അങ്ങനെ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ താക്കോൽ കൊടുക്കുകയാണ് ചെയ്തത്. താക്കോൽ കൊടുക്കുമ്പോൾ വാക്കാൽ കരാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകളൊക്കെ എന്നെ ബോധ്യപ്പെടുത്തണമെന്നും മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു, മിസ്റ്റർ തോമസ് ഔസേപ്പ്.
അദ്ദേഹത്തിന് ഒരു 68 വയസ്സിൽ മേലുണ്ടാവും. അദ്ദേഹം ഇതിനകത്ത് കൂടി ആയിട്ടാണ് ഞാനാണ് ആദ്യം തുടങ്ങിയത്. എത്ര രൂപ മൊത്തം ചെലവഴിച്ചിട്ടുണ്ടാവും? 40 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട് അതിനകത്ത്. ഈ 40 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞിട്ട് അത് ഇവർ പിന്നെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതെ ഇൻ്റർനെറ്റിൻ്റെ കണക്ഷനൊക്കെ ചെയ്യിപ്പിക്കുകയും ഇമെയിൽ ഐഡിയുടെ അഡ്രസ്സ് ഈ തോമസ് ഇവരോ ആരോ ഒരാൾ അതിൻ്റെ പാസ്വേഡ് മാറ്റിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയേക്കണ തെളിവനുസരിച്ചിട്ട് പാസ്വേഡ് മാറ്റിയേക്കണത് തോമസ് ഔസേപ്പാണ്. അതിനുശേഷം പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. അല്ല, താങ്കൾ ആ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കണ്ടോണ്ടിരുന്ന CCTV ദൃശ്യങ്ങൾ താങ്കൾക്ക് ഏതെങ്കിലും മാസം തുടക്കം മുതൽ ഇത് ഏൽപ്പിച്ച് അദ്ദേഹം വന്ന് വാങ്ങിയ ശേഷം ഈ സ്ഥാപനത്തിന്റെ എല്ലാ മേൽനോട്ടും വഹിച്ചുകൊണ്ട് സ്വയം ഏറ്റെടുത്ത ശേഷം എന്തെങ്കിലും തരത്തിൽ പേയ്മെന്റ് തോന്നുന്നുണ്ടോ? എനിക്ക് പേയ്മെന്റ് ഒന്നും തന്നിട്ടില്ല. ഞാൻ ഈ കമ്പനി അക്കൗണ്ടിൽ നിന്ന്, അതായത് ടീം ലോണ്ടറി സൊല്യൂഷൻ LLP എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ICIC ബാങ്കിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ നിന്ന് ഈ ശ്രീമതി ജെസിയുടെ യൂണിയൻ ബാങ്കിലുള്ള SB അക്കൗണ്ടിലോട്ട് കാശ് അയച്ചു കൊടുത്തിട്ടുള്ളതാണ്. അത് ഏതാണ്ട് ഒരു 19,000 ശേഷം രൂപ ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതിന് തെളിവുകളുണ്ട്. ഞാൻ ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തു വെച്ചു. താങ്കൾ ഈ സ്ഥാപനത്തിന് 40 ലക്ഷം ചെലവായി എന്ന് പറഞ്ഞല്ലോ, അതിന്റെ എല്ലാ രേഖകളും ഉണ്ട്? എൻ്റെ രേഖകളൊക്കെ ഉണ്ട്. അദ്ദേഹം ഈ സ്ഥാപനം ഈ മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി, ഈ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി ചെലവഴിച്ചതും അതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്ന എക്സ്പെൻസിൻ്റെയും മറ്റുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ആ മെഷീൻ്റെ ഫോട്ടോ ആണ് കാണിക്കുന്നത്. അതേപോലെ ജോർജ് ഫെർണാണ്ടസും അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതേപോലെ തോമസ് ജോസ് ഔസേഫ് 3 പേരുടെ ഫോട്ടോയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം അതായത് താങ്കൾക്ക് അസുഖമാണെന്ന് കണ്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ താങ്കളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത ശേഷം പിന്നീട് എന്താ ഉണ്ടായി? അതിനുശേഷം ഈ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ വിച്ഛേദിപ്പിക്കുകയും അത് അടച്ചു പൂട്ടി അവർ ഈ ജോൺ ഫെർണാണ്ടസിൻ്റെ ഭാര്യ എൻ്റെ സ്ഥാപനത്തിൻ്റെ തൊട്ട് അടുത്ത മുറി വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ കളക്ഷൻ സെൻ്റർ എന്നും പറഞ്ഞിട്ട്, ഫാബ്രിക്കോ കളക്ഷൻ സെൻ്റർ എന്നും പറഞ്ഞിട്ട് ആദ്യം ഒരു ചെറിയ റൂമുണ്ടാക്കി അവിടെ ഒരു വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഫാബ്രി ലോണ്ടറി എന്നും പറഞ്ഞ് പിന്നെ അവർ തിരിച്ച് അതിന് പേര് കൊടുക്കുകയും, ഇതിന് ശേഷം ഞാൻ അറിഞ്ഞത് എന്താണ് സംഭവം എന്ന് കണ്ട് വെച്ചേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോൺ ഫെർണാണ്ടസിൻ്റെ ഭാര്യ സഹോദരൻ ജോൺസണും അവരുടെ ഒരു ബന്ധുവും കൂടിയായ ജസ്റ്റിനും കൂടിയിട്ട് ഈ സ്ഥാപനത്തിലുണ്ടായിരുന്ന എല്ലാ മെഷീനറികളും ഉൾപ്പെടെ അവിടുത്തെ കാക്കനാട് ഭാഗത്തുള്ള CITക്കാരെ കൊണ്ട് അത് അവിടെ നിന്ന് രാത്രിക്ക് കയറ്റി കൊണ്ടുപോയിട്ട് ഇപ്പോൾ നെടുമ്പാശ്ശേരിക്ക് അടുത്ത് മേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ജോൺസൻ്റെ നേതൃത്വത്തിലാണ് ഈ എൻ്റെ മെഷീനൊക്കെ കൊണ്ടുപോയിട്ടേക്കുന്നത്. അതിനകത്ത് 70% മെഷീൻ അവിടെയും 30% മെഷീൻ ഈ ജോൺ ഫെർണാണ്ടസിൻ്റെയും ജെസിയുടെയും കസ്റ്റഡിയിലാണത്. അത് എവിടെയാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ എനിക്ക് സർജറിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ റെസ്റ്റിലിരിക്കുന്ന സമയമാണ്. ലേക്ക് ഷോർ ഹോസ്പിറ്റലാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് പോലീസ് രാഷ്ട്രീയ സ്വാധീനം ഇയാൾ ഉപയോഗിച്ചിട്ട് അത് എടുത്തിട്ടില്ല. അതുകൂടാതെ തന്നെ ജോൺ ഫെർണാണ്ടസ് പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല എന്തിനാണ് ആ പരാതി എന്നുള്ളത്. അപ്പോൾ അയാളെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ കൊടുത്തത്. പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇയാൾ ഒരു ബിജു എന്തോ പറഞ്ഞ ഒരു വക്കീലാണ്, അയാൾ പാർട്ടിക്കാരനാണ്, കൗൺസിലറാണ്, അങ്ങനെ എന്തൊക്കെ ബന്ധങ്ങളുള്ള ഒരാളാണ്. CA എന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ആ കേസിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് താങ്കളുടെ ഈ മെറ്റീരിയൽ എല്ലാം, പ്രോഡക്റ്റ് എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടുന്ന് കടത്തി മറ്റൊരു മേക്കാട് എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോയി. ഒരു സാധനം ഇപ്പൊ ഇവിടെ ഇല്ല, ഒരു സാധനം ഇല്ല അവിടെ, ഒന്നുമില്ല. അത് കൂടാതെ തന്നെ ഓഫീസിനകത്ത് ഉണ്ടായിരുന്ന 2 കമ്പ്യൂട്ടർ, ഓഫീസിൻ്റെ ആധാർ ഉദ്യോഗ, GSTയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുവകകളും അതിനകത്തുനിന്ന് ഇവരെ കൊണ്ടുപോയിട്ടുണ്ട്.
അതായത് ഈ സംഭവം, അതായത് താങ്കൾ പൈസ കൊടുത്ത് പൂർണ്ണമായി മേടിച്ച് അവര് അസുഖ സമയത്ത് തീരെ വയ്യാത്തൊരവസ്ഥയിൽ സ്വയം ഏറ്റെടുത്ത് ഞാൻ നടത്തിക്കോളാം, നിങ്ങൾക്ക് വരുമാനം തന്നോളാം എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്ത ശേഷം വാക്കാൽ എന്ന് പറഞ്ഞാൽ ഒരു പരസ്പര വിശ്വാസമാണല്ലോ. 1 മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരാളാണ്. അപ്പൊ അത് കാരണം പ്രായത്തിന് എന്തൊക്കെ അനുഭവം ഉണ്ട് ഈ ജോൺ ഫെർണാണ്ടസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 96-ൽ ഇദ്ദേഹത്തിന് MLA നോമിനേഷൻ കിട്ടിയപ്പോൾ കൊച്ചിൻ ടവർ ഹോട്ടലിൽ നോർത്തിൽ വെച്ചിട്ട് ഞങ്ങളൊരു സ്വീകരണം കൊടുത്തപ്പോൾ ഇദ്ദേഹം വന്നില്ല. ഞങ്ങൾ കുടുംബസമേതമായിരുന്നു. ഞങ്ങൾ അന്ന് കൂടെ പിടിച്ച എല്ലാവരും ഭാര്യയും മക്കളുമായിട്ടാണ് അവിടെ വന്നത്. ഇദ്ദേഹം അവിടെ വന്നില്ല അന്ന്. അത് മാത്രമല്ല കുട്ടിപ്രായത്ത് അദ്ദേഹത്തിന്റെ സ്ഥിതി കുട്ടിക്കാലത്തെ ഇതെന്ന് വെച്ചാൽ അയാൾക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ശേഷി കുറവായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യജീവിതത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പലരും അയാളെ സഹായിച്ചിട്ടുണ്ട്. അരിവരിയോ വാങ്ങി കൊടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. റേഷൻ കടയിൽ നിന്ന് അരിവരിയോ വാങ്ങിക്കൊടുത്ത സംഭവങ്ങൾ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. താങ്കൾക്ക് നേരിട്ടും അത്തരം അനുഭവങ്ങളുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടിപ്രായത്ത് എല്ലാ തരത്തിലും സഹായിക്കുകയും കഷ്ടപ്പാടിലും ദുരിതത്തിലും ദുഃഖത്തിലൊക്കെ സഹായിക്കുകയോ ചെയ്തിട്ടുള്ള 1 മുതൽ 10ാം ക്ലാസ് വരെ കൂടെ പഠിച്ചിട്ടുള്ള ജോൺ ഫെർണാണ്ടസ് എന്ന് പറയുന്ന CPMന്റെ മുൻ MLA, അതായത് MLA എന്ന് പറയുമ്പോൾ ആംഗ്ലോ ഇന്ത്യൻ ആയിരുന്നു, നോമിനേഷൻ ആയിരുന്നു. അങ്ങനെ ആംഗ്ലോ ഇന്ത്യൻ MLA ആയിട്ടുള്ള ജോൺ ഫെർണാണ്ടസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജെസ്സി, ഇവർ ചേർന്നിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ തട്ടിപ്പ് നടത്തിയതിൻ്റെ കഥയാണ്. പച്ചയായി തട്ടിപ്പ് നടത്തുക, അതായത് വിശ്വസിപ്പിച്ച് അസുഖബാധിതനായി പുറത്തിറങ്ങാൻ പറ്റാത്ത വേണുഗോപാലിനോട് ഞാനിത് നടത്തിക്കോളാം, എൻ്റെ ഭാര്യ ഫ്രീ ആയിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി എൻ്റെ ഭാര്യയും ഞാനും കൂടെ നടത്തിക്കോളാം എന്ന് പറഞ്ഞ് ഈ സംഭവം ഏറ്റെടുക്കുകയും പകരം പിന്നീട് തന്നെ പൈസ ഒന്നും വരാതെ വരികയും CCTV ക്യാമറയിൽ ഇതൊന്നും കാണാതെ വരികയും ചെയ്ത സമയത്ത് ഈ സാധനങ്ങളെല്ലാം കടത്തിക്കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് സ്ഥാപനം തുടങ്ങുകയും ഇതിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ട് യാതൊരു നടപടി ഉണ്ടായില്ല. FIR ഒന്നും ഉണ്ടാക്കിയില്ല. അതായത് പരാതി മോഷണമാണ്, എല്ലാത്തിനെയും രേഖകളുണ്ട്. അങ്ങനെ മോഷണം നടത്തി ഇവിടുന്ന് സാധനങ്ങൾ 14 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കൊണ്ടുപോയതിൻ്റെ ഒക്കെ തെളിവുകളുണ്ട്. ആ തെളിവുകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ലോറി കയറ്റിയിട്ട് സാധനം കൊണ്ടുപോകുന്ന തെളിവാണ് കാണിക്കുന്നത്. ഇതുപോലെ എല്ലാം ഉണ്ടായിട്ടും പോലീസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായതിനാൽ ഒന്നും ചെയ്തില്ല. മാത്രമല്ല നിസ്സഹായനായ ഈ വേണുഗോപാലിനെ നിരാശനാക്കി മടക്കി അയച്ച ശേഷം അവസാനം കോടതിയിൽ CMP ഫയൽ ചെയ്യുന്നു. CMP ഫയൽ ചെയ്ത ശേഷം കോടതി നേരിട്ട് ഈ കേസ് നടത്തി ഇപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അദ്ദേഹത്തിനെതിരെ നോട്ടീസ് അയച്ചിരിക്കുന്നു. ആ പ്രോസസ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ ലോകം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരനാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു തട്ടിപ്പുകാരൻ ഉണ്ടായിട്ടില്ല. 25,000 കോടി രൂപയാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല മേഖലകളിൽ നിന്ന് തട്ടിപ്പ് നടത്തി വിദേശത്ത് എത്തിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള MLA മാരും പഴയ MLA മാരും മാർക്സിസ്റ്റ് നേതാക്കന്മാരും ഇതേപോലെ കള്ളന്മാരായിരിക്കണം, തട്ടിപ്പുകാരായിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് പോലീസ് ഇത്തരം കാര്യങ്ങൾ ഇടപെടാതെ ജോൺ ഫെർണാണ്ടസിനെ സംരക്ഷിക്കുന്നത്. എന്തായാലും ഒരു ദുഃഖപൂരിതമായ ഒരു കഥയാണ് വേണുഗോപാലിൻ്റെത്. അദ്ദേഹം തീരെ സുഖമില്ലാതെ നിൽക്കുമ്പോൾ, ജീവിക്കാൻ വേറെ മാർഗമില്ലാതെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പാദ്യവും ഉപയോഗിച്ച് തുടങ്ങിയ ഫാബ്രിക്കോ എന്ന് പറയുന്ന കമ്പനി തട്ടിച്ചെടുത്ത ഈ സംഭവത്തിൽ CPM നേതാവിനെതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത് എന്ന് ചോദിച്ചാൽ പിണറായി വിജയന്റെ ഭരണത്തിൽ പോലീസിന് നീതി കിട്ടുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കേസ് എന്ന് പറയാൻ പറ്റും. എന്തെങ്കിലും കൂടുതലായി പറയാനുള്ളത് ഇത്രയുമാണ്. കാരണം എന്ന് വെച്ചാൽ ജോൺ ഫെർണാണ്ടസ് എന്ന് പറയുന്ന അദ്ദേഹം എറണാകുളം ജില്ല CIT-യുടെ പ്രസിഡൻ്റാണ്. കൂടാതെ ഇദ്ദേഹത്തിനെതിരെ ഞാൻ ഗോവിന്ദൻ മാസ്റ്റർക്ക്, പിണറായി വിജയന്, പിന്നെ രാജീവിന്, മന്ത്രി രാജീവിന് എൻ്റെ മകൾ പോയി കാണുകയും അതിന് പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇവർ ഇന്നേ വരെ ഇതിനെക്കുറിച്ചിട്ട് ഒരു അന്വേഷണം നടത്താനോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി CN മോഹന് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദിനേശ് മണിക്ക് ഞാൻ ഇത് വിവരം അറിയിച്ചിട്ടുണ്ട്. അത് രേഖാമൂലം വെച്ചാൽ വാട്സാപ്പിൽ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇതിന് മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോൺ ഫെർണാണ്ടസ് CIT-ൻ്റെ ജില്ലാ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ അവിടുത്തെ ആ തെങ്ങോടുള്ള CIT-ക്കാരെ ഉപയോഗിച്ചിട്ടാണ് രാത്രിക്കാണ് ഈ സാധനം അവിടെ നിന്ന് മോഷണം നടത്തി കൊണ്ടുപോയേക്കുന്നത്.
ഇതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഞെട്ടിക്കുന്ന ഈ സംഭവ പരമ്പരകളിൽ ഒന്നാണ് വേണുഗോപാലിൻ്റെ കഥ. ഇതുപോലെ 10,000-കണക്കിന് സംഭവങ്ങളാണ് കേരളത്തിലുള്ളത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നീതി കിട്ടില്ല. അതേപോലെ CPM നേതാക്കന്മാരാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പരാതി കൊടുക്കാൻ പറ്റില്ല, ഭീഷണിപ്പെടുത്തും. താങ്കളെ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് എന്താണെന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്ന സമയത്ത് നമ്മുടെ ഫ്ലാറ്റിൽ വന്നിട്ട് ആരോ ഒരാൾ രണ്ടുപേരാണ് വന്നത് അവർ. അപ്പം ഞാൻ ലാബിൽ പോയേക്കിരുന്നു, എൻ്റെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങൾ ആരും വീട്ടിലുണ്ടായിരുന്നില്ല, അവിടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അവിടെ വന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റിക്കാരനോട് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്, അവനെ ശരിയാക്കി കളയും എന്നാണ് പറഞ്ഞത്. താങ്കളും CPM ആയിട്ടുള്ള ബന്ധം എന്താണ്? 1979-80 കാലഘട്ടത്തിൽ ഞാൻ പാലാരിവട്ടം വെണ്ണല പ്രദേശത്ത് ഇല്ലം ബ്രാഞ്ചിൽ പാർട്ടി മെമ്പറായിട്ട് തുടങ്ങിയതാണ്. 96 വരെ ഞാൻ പാർട്ടി മെമ്പറായിരുന്നു. അതിനുശേഷം ഞാൻ അതിൽ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തത്. കാരണം സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായിരുന്നപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മെമ്പർഷിപ്പ് പുതുക്കാതെയാണ് അതിൽ നിന്ന് ഞാൻ പിന്മാറിയത്. അതായത് ജോൺ ഫെർണാണ്ടസിനെ അറിയാമായിരുന്നു താങ്കൾ CPM ആയിട്ടുള്ള പഴയ ബന്ധം? അറിയാമായിരുന്നു. എന്നിട്ടും CPM-കാരനായിരുന്ന പഴയ CPM-കാരനെ താങ്കളെ ചതിക്കാൻ എങ്ങനെ അദ്ദേഹത്തിന് തോന്നി? അത് എൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് അറിഞ്ഞപ്പോൾ, ഞാൻ പുറത്തിറങ്ങില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രചോദനം എന്തായിരുന്നു വെച്ചാൽ ഇവനെ എങ്ങനെ പറ്റിക്കാം എന്നുള്ളതായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജെസിയും കൂടി എടുത്ത തീരുമാനമായിരിക്കാം അത്. ജെസി ഇപ്പോൾ ഏതോ ഒരു ഭൂപണയ ബാങ്കിലെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ട് ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. മട്ടാഞ്ചേരി കൊച്ചി ഭാഗത്തെവിടെയാണ്. ലോക കമ്മ്യൂണിസ്റ്റ് ഭൂപടത്തിൽ കേരളമാണ് ആദ്യമായിട്ട് പാർലമെന്റിൽ ജനാധിപത്യത്തിലൂടെ ഭരണത്തിൽ വന്ന സ്ഥലം. ആ സ്ഥലം വേരറ്റ് പോവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കേസ്. എന്തായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പുറത്തു വരേണ്ടതും ജനങ്ങൾ ബോധവൽക്കരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് പബ്ലിഷ് ചെയ്യുന്നത്. തീർച്ചയായും വേണുഗോപാൽ നീതി കിട്ടുന്നവരെ ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കും. നന്ദി, നമസ്കാരം.